കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദത്തിനും ബിരുദാനന്തര പഠനത്തിനുമായി 1974 തുടങ്ങിയതാണ് മാഹി മഹാത്മാഗാന്ധി കോളേജ്. മാഹിയിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയതിനു ശേഷം ബാക്കി വരുന്ന സീറ്റിൽ കേരളത്തിലെ കുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് നിയമം. മുൻകാലങ്ങളിൽ മാഹിയിലെ വിദ്യാർത്ഥികളെ കൊണ്ടുതന്നെ സീറ്റ് നിറഞ്ഞിരുന്നു. എന്നാൽ മാഹിയിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ നിറഞ്ഞതോടെ ബിരുദാനന്തര കോഴ്സുകൾക്ക് വിദ്യാർത്ഥികളില്ലാതായി. ഇതിന്റെ പേരിൽ മാഹിയിലെ പല കോഴ്സുകളും എടുത്തുകളഞ്ഞതിനാൽ പ്രവേശനം കാത്തുകിടക്കുന്ന കേരളത്തിലെ കുട്ടികൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഇതോടെ ലാബ് ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള കോളേജ് അടച്ചുപൂട്ടൽ ഭീഷണിയിലുമായി. മൂന്നാം വർഷ ബിരുദ ക്ലാസ് വരെ ചില കോഴ്സുകൾ വരെ ഇവിടെ നടക്കുന്നില്ല. മൂന്നാം വർഷ ഫിസിക്സ് ക്ലാസ് ഇവിടെ ഇന്നില്ല. ആ ബാച്ച് ഇല്ല. അതേപോലെ കമ്പ്യൂട്ടർ സയൻസിൽ 2 വിദ്യാർത്ഥികളാണുള്ളത്. 24 വിദ്യാർത്ഥികൾ പ്രവേശിപ്പിക്കേണ്ട സ്ഥാനത്താണ് 2ഉം 3ഉം വിദ്യാർത്ഥികളെ വെച്ച് അധ്യാപകർ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. UGC യോഗ്യതയുള്ള അധ്യാപകർ ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകരാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ 2ഉം 3ഉം വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ഗതികേടിലായിരിക്കുന്നത്. നിലനിൽപ്പ് ആശങ്കയിലായതോടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നിയമയുദ്ധത്തിനൊരുങ്ങുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. മദ്രാസ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുകയാണ് ഇവർ. ഇന്നിവിടെ തന്നെ നമ്മൾ ധാരാളം പൂർവ്വ വിദ്യാർത്ഥികൾ ഫേസ്ബുക്കിലൂടെ ഒത്തുചേർന്നിട്ടാണ് ഈ കോളേജിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കോളേജിൻ്റെതായിട്ടുള്ള ഫേസ്ബുക്കിലൂടെ നിലനിൽക്കുന്ന മയ്യഴിക്കൂട്ടം എന്നുള്ള സംഘടന കോളേജിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടാണുള്ളത്. ആ കേസ് കോളേജിൽ മറ്റ് അന്യസംസ്ഥാന വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായിട്ടുള്ള കേസ് ഇന്ന് ചെന്നൈ ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. ഹർജി പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ച് പോണ്ടിച്ചേരി സർക്കാരിന്റെ അഭിപ്രായം തേടിയിരിക്കുകയാണ് കോടതി. ഈ അധ്യയന വർഷത്തിൽ തന്നെ അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ. ഇന്ത്യ വിഷൻ, കണ്ണൂർ.